മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഈശോ നമുക്കൊരു പ്രഭാതം കൂടെ നൽകിയിരിക്കുക. അവനോട് ചേർന്ന് നന്ദി പറയുവാനും മഹത്വപ്പെടുത്തുവാനുമൊക്കെയായി ഇന്നേ ദിവസം അനേകരോടൊത്ത് ദൈവത്തെ സ്തുതിക്കുവാനായി അവൻ നമ്മെയും വിളിച്ചിരിക്കുകയാണ്. നമുക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. ആ പ്രാർത്ഥനയോടെ, നന്ദിയുള്ള ഹൃദയത്തോടെ നമുക്ക് ഈ പ്രഭാതത്തിലേക്ക് പ്രവേശിക്കാം. പ്രത്യേകമായി പ്രഭാത വിരുന്ന് എന്ന ഈ ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ പ്രാർത്ഥനയുടെ നിയോഗമായി സമർപ്പിക്കുന്നത് എല്ലാ കുടുംബങ്ങളെയും കുടുംബ ബന്ധങ്ങളെയുമാണ്. എല്ലാ കുടുംബങ്ങളിലും ദൈവത്തിൻ്റെ സാന്നിധ്യവും സമാധാനവും ശാന്തിയും ഉണ്ടാകുവാനും പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും കുടുംബാംഗങ്ങളെല്ലാം ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും കൃപ ചൊരിയണമേ എന്ന് ഇന്ന് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ ഒരു നിയോഗത്തെ പൂർണ്ണമായും ഈശോയ്ക്ക് ഇന്ന് സമർപ്പിക്കാം. അതുപോലെ തന്നെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഇന്നത്തെ ശുശ്രൂഷകൾ സമർപ്പിച്ച് അമ്മയുടെ മധ്യസ്ഥത്തിനായിട്ട് സമർപ്പിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥതയിൽ അനേകരിൽ ദൈവചൈതന്യം ഉണ്ടാകുവാനും സന്തോഷവും സമാധാനവും കടന്നു വരുവാനുമായിട്ട് ഈ ശുശ്രൂഷയെ നമുക്ക് സമർപ്പിക്കാം. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടി തിരുക്കുമാരനോട് പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോടും അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവായി ദൈവത്തെ വിളിച്ച് നമുക്ക് വചനം സ്വീകരിക്കുവാനായിട്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവാണ് വചനം ഗ്രഹിക്കുവാനായി നമ്മെ ശക്തിപ്പെടുത്തുന്നത്. പരിശുദ്ധാത്മാവാണ് വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നത്. പരിശുദ്ധാത്മാവാണ് വചനത്തിൽ ജീവിക്കാൻ നമുക്ക് അനുഗ്രഹം നൽകുന്നത്. അതുകൊണ്ട് പരിശുദ്ധാത്മാവായ ദൈവത്തെ വിളിച്ച് ഒരു നിമിഷം കണ്ണുകളടച്ച് മൗനമായി നമുക്ക് പ്രാർത്ഥിച്ച് തിരുവചനം സ്വീകരിക്കുവാനായി നമുക്കൊരുങ്ങാം. പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. കൊരിന്തോസ്യർക്ക് എഴുതിയ 2-ാം ലേഖനം 12-ാം അധ്യായം 9-ാം തിരുവചനം. കൊരിന്തോസ്യർക്ക് എഴുതിയ 2-ാം ലേഖനം 12-ാം അധ്യായം 9-ാം തിരുവചനം. എന്നാൽ അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, നിനക്ക് എൻ്റെ കൃപ മതി. എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായും പ്രകടമാകുന്നത്. ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ പൂർവാധികം സന്തോഷത്തോടെ എൻ്റെ ബലഹീനതകളെക്കുറിച്ച് പ്രശംസിക്കും. പ്രിയപ്പെട്ടവരെ, കർത്താവ്
ഇവിടെ ഒരു സന്ദേശം നൽകുകയാണ്. നിനക്ക് എൻ്റെ കൃപ മതി. എന്നിട്ട് പറയുകയാണ്, ബലഹീനതയിലാണ് ദൈവശക്തി പ്രകടമാകുന്നത് എന്ന് കാണിക്കുവാനായി, പഠിപ്പിക്കുവാനായി കർത്താവ് പറഞ്ഞു, നിനക്ക് മറ്റൊന്നും വേണ്ട, എൻ്റെ കൃപ മതി. അപ്പോൾ ജീവിതത്തിൽ കൃപകൾ സ്വീകരിക്കുന്നവരായി നാം മാറണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. മറ്റൊന്നിനു വേണ്ടിയുമല്ല, കൃപകളിൽ വളരാൻ വേണ്ടിയിട്ടാണ്. കൃപകൾ സ്വീകരിക്കുന്നവരായി നാം മാറണം. അതെപ്രകാരമാണ് സാധിക്കുന്നത്? അത് കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നവർക്ക് ലഭിക്കുന്ന ഒരു അനുഗ്രഹമാണ് കൃപയിലുള്ള വളർച്ച. പൗലോസ്ലീഹ തൻ്റെ ജീവിതത്തിൽ കുറേ സഹനങ്ങൾ, ബലഹീനതകളൊക്കെ കടന്നു വന്നു കഴിഞ്ഞപ്പോൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥനയുടെ സമയത്ത് ദൈവമായ കർത്താവ് അവന് നൽകിയ ഒരു വെളിപ്പെടുത്തലാണ്. ആ വെളിപ്പെടുത്തലാണ് നമ്മളിപ്പോൾ കണ്ടത്. നിനക്ക് എൻ്റെ കൃപ മതി. പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ ഈ ലോകത്തിൽ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ഏതെങ്കിലുമൊക്കെ പ്രതിസന്ധികളെ നമുക്ക് തരണം ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന തോന്നൽ വരുന്നുണ്ടെങ്കിൽ ദൈവകൃപയിൽ ഞാൻ ആശ്രയിക്കുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് ദൈവകൃപയിൽ പൂർണ്ണമായും ആശ്രയിക്കുന്ന ഒരു വ്യക്തിക്ക് ആ കൃപയിലൂടെ കടന്നു വരുന്ന എല്ലാ കാര്യങ്ങളെയും വേണ്ട വിധത്തിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഏത് സഹനമാണെങ്കിലും, പ്രതിസന്ധിയാണെങ്കിലും, രോഗമാണെങ്കിലും അതിനെ മനസ്സിലാക്കാൻ സാധിക്കണമെങ്കിൽ, അതിനെ സ്വീകരിക്കാൻ സാധിക്കണമെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ളത് മറ്റൊന്നുമല്ല, കർത്താവ് വാഗ്ദാനം ചെയ്തിട്ടുള്ള ഈ കൃപയാണ്. അപ്പോൾ ഇന്ന് ഈശോ നമ്മോട് പറയുന്ന മറ്റൊന്നുമല്ല, ഈ കൃപയിലേക്ക് നാം വളരണമെന്നാണ് പറയുന്നത്. ഈ ലോകത്തിലേക്കോ, ലോക കാര്യങ്ങളിലേക്കോ, ലോക വിഷയങ്ങളിലേക്കോ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഈ കൃപയെ സ്വീകരിക്കുവാനായിട്ട് പറ്റൂല. കാരണം എന്താ? ലോകം പഠിപ്പിക്കുന്നത് കൃപയ്ക്കെതിരായിട്ടുള്ള കാര്യമാണ്. ലോകം പഠിപ്പിക്കുന്നത് നിൻ്റെ ശക്തി കൊണ്ടും നിൻ്റെ കഴിവുകൊണ്ടും നിൻ്റെ ബുദ്ധി കൊണ്ടും നീ ചെയ്യേണ്ടതാണ് എല്ലാം, അല്ലാതെ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്നതൊന്നുമല്ല. ഇങ്ങനെയൊക്കെയാണ് ലോകം പഠിപ്പിക്കുന്നത്. എന്നാൽ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട്, ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് അധ്വാനിക്കണമെന്നാണ് കൃപ നമ്മെ പഠിപ്പിക്കുന്നത്. അവിടെയാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം ഒഴുകുന്നത്. നമ്മുടെ അധ്വാനം ദൈവത്തോട് ചേർന്ന് നിന്ന് ഉള്ളതായി തീരുമ്പോൾ മാത്രമാണ് അനുഗ്രഹങ്ങൾ വർഷിക്കപ്പെടുന്നത്. തുടർന്ന് നമ്മൾ വായിക്കുകയാണ്, ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായും പ്രകടമാകുന്നത്. ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ പൂർവാധികം സന്തോഷത്തോടെ എൻ്റെ ബലഹീനതയെക്കുറിച്ച് പ്രശംസിക്കും. അപ്പോൾ ദൈവശക്തി നമ്മിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടി പൂർവാധികം ശക്തിയോടെ ഞാൻ എൻ്റെ ബലഹീനതയെക്കുറിച്ച് പറയുമെന്നാണ് പറഞ്ഞേ. അതായത് എൻ്റെ ബലഹീനതയെ ഞാൻ അംഗീകരിക്കും. എന്തിനു വേണ്ടിയാ? ദൈവശക്തി പൂർവാധികം നമ്മിൽ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ശക്തി പൂർവാധികം ശക്തിയോടെ നമ്മിൽ പ്രവർത്തിക്കണമെങ്കിൽ നാം അതിനെ അംഗീകരിച്ച് ദൈവത്തിന് കൊടുക്കണം. നമ്മുടെ ബലഹീനതകളെ അംഗീകരിച്ച് ദൈവത്തിന് സമർപ്പിക്കണം. അപ്പോൾ എൻ്റെ ജീവിതത്തിലുള്ള ഈ ബലഹീനതയെ ഞാൻ അംഗീകരിച്ച് ദൈവത്തിന് സമർപ്പിച്ച് കഴിയുമ്പോൾ ദൈവത്തിൻ്റെ കൃപ നമ്മിൽ നിറയാനായിട്ട് തുടങ്ങും. ആ കൃപ നമ്മളെ വിശുദ്ധീകരിക്കും. നമ്മുടെ ജീവിതത്തിൽ അതിലൂടെ സന്തോഷവും സമാധാനവും ഒക്കെ നമുക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കും. തുടർന്ന് നമ്മൾ വീണ്ടും കാണുകയാണ് 10-ാമത്തെ തിരുവചനത്തിൽ, അതുകൊണ്ട് ബലഹീനതകളിലും ആക്ഷേപങ്ങളിലും ഞെരുക്കങ്ങളിലും പീഡനങ്ങളിലും അത്യാഹിതങ്ങളിലും ഞാൻ ക്രിസ്തുവിനെ പ്രതി സന്തുഷ്ടനാണ്. എന്തെന്നാൽ ബലഹീനരായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനായിരിക്കുന്നത്. എന്തൊക്കെ ജീവിതത്തിൽ കടന്നു വന്നാലും ഞാൻ അതിനെയൊക്കെ യേശുവിനോട് ചേർന്ന് സ്വീകരിക്കുന്നു എന്നൊരു മനോഭാവം. അതുകൊണ്ടാണ് പറഞ്ഞത്, എന്തെന്നാൽ ഞാൻ ബലഹീനനായിരിക്കുമ്പോഴാണ് കൂടുതൽ ശക്തനായിരിക്കുന്നത്. കാരണം എന്താ? കാരണം മറ്റൊന്നുമല്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ നയിക്കാൻ തുടങ്ങും. എൻ്റെ ബലഹീനതയിൽ ഞാൻ ആശ്രയിക്കുന്നില്ല, മറിച്ച് ദൈവത്തിൽ ശരണം വയ്ക്കുന്നു. എൻ്റെ ബലഹീനതയെക്കുറിച്ച് ചിന്തിച്ച് ഞാൻ ഈ ലോകത്തിലേക്ക് ഇറങ്ങിപ്പോകുന്നില്ല, മറിച്ച് എൻ്റെ ബലഹീനതകളെ ദൈവത്തിന് സമർപ്പിച്ച് ദൈവത്തിങ്കലേക്ക് ഞാൻ അടുക്കുകയാണ്. അപ്പോൾ ദൈവം ആ മേഖലയെ ഏറ്റെടുത്ത് വിശുദ്ധീകരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ബലഹീനനായിരിക്കുമ്പോൾ
കൂടുതൽ ശക്തനായിത്തീരുന്നത് ദൈവത്തിൻ്റെ ശക്തി എന്നിൽ പ്രവർത്തിക്കുവാൻ ഞാൻ പൂർണ്ണമായും എന്നെ തന്നെ വിട്ടുകൊടുക്കുകയാണ്. ഈ ഒരു മനോഭാവം നമുക്കുണ്ടായിരിക്കണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു മനോഭാവത്തിൽ മാത്രമാണ് ദൈവശക്തി നിറയുന്നത്, ദൈവശക്തി പ്രവർത്തിക്കുന്നത്. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ പല മേഖലകളിലും പരാജയങ്ങൾ കടന്നു വരുമ്പോൾ, അല്ലെങ്കിൽ ചില ബലഹീനതകൾ വഴി ചില മേഖലകളിൽ വീഴ്ചകൾ വരുമ്പോൾ നാം ദൈവത്തിലേക്കാണ് നോക്കേണ്ടത്, മനുഷ്യനിലേക്കല്ല. നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ മേഖലകളിൽ വീഴ്ചകൾ വന്ന് നാം നിലത്ത് കിടക്കുമ്പോൾ മനുഷ്യനിലേക്ക് നോക്കിയാൽ മനുഷ്യരെല്ലാവരും നമ്മെ നോക്കി ചിരിക്കും, കളിയാക്കും, പരിഹസിക്കും, അപമാനിക്കും. എന്നാൽ ആ സമയത്ത് നാം ദൈവത്തിലേക്ക് നോക്കിയാലോ, ദൈവം നമ്മെ നോക്കി കരുണയോടെ സ്നേഹത്തോടെ തൻ്റെ അടുക്കിലേക്ക് അവൻ ചേർത്ത് നിർത്തും. അത് ദൈവത്തിൻ്റെ കൃപയിൽ പങ്കാളിയാക്കുന്നതാണ്. അതുവഴി നമ്മുടെ ജീവിതത്തിലെ ബലഹീനതകളെ എടുത്തു മാറ്റാൻ സാധിക്കും, ആ തിന്മകളിൽ നിന്ന് അകന്നു നിൽക്കാൻ സാധിക്കും. അപ്പോൾ നോക്കേണ്ടവൻ മറ്റാരുമല്ല, യേശുവാണ്. യേശുവിലേക്ക് നോക്കുക, യേശുവിൻ്റെ ചൈതന്യം സ്വീകരിക്കുക, കൃപയിൽ വളരുക. അപ്പോൾ ഇന്നത്തെ ദിവസം ഈശോ നമുക്ക് നൽകുന്ന സന്ദേശം മറ്റൊന്നുമല്ല, നിനക്ക് എൻ്റെ കൃപ മതി. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ബലഹീനതയോ നമ്മുടെ ആഗ്രഹമോ അല്ലെങ്കിൽ നമ്മുടെ ഈ ലോകത്തിൻ്റെതായ കാര്യങ്ങളോ ഒന്നുമല്ല, മറിച്ച് യേശുവിനോട് ചേർന്ന് നിന്ന് എല്ലാ ബലഹീനതകളെയും കർത്താവിന് വിട്ടുകൊടുത്ത് പ്രാർത്ഥിച്ച് കൂടുതൽ കൃപയിലേക്ക് അനുഗ്രഹത്തിലേക്ക് വളരുവാനായിട്ട് ഈശോ നമ്മെ ഇന്ന് വിളിക്കുക. ആ ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, ആ ഒരു അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ നിറവ്, ദൈവസ്നേഹത്തിൻ്റെ അഭിഷേകം നമ്മളെല്ലാവരിലും നിറയട്ടെ. ഇന്ന് ഈ പ്രഭാതത്തിൽ ഈശോയുടെ ഈ വചനം നമ്മുടെ ജീവിതത്തെ വെളിച്ചത്തിലേക്ക് നയിക്കട്ടെ. ബലഹീനതയിൽ ശക്തിയായി അവൻ നമ്മോടൊത്തുണ്ട്, നമ്മെ അനുഗ്രഹിക്കുവാൻ, വിജയത്തിലെത്തിക്കുവാൻ. ഈ ഒരു ബോധ്യത്തോടെ ഇന്നേ ദിവസം നമുക്ക് ഈശോയുടെ സന്നിധിയിലായിരിക്കാം. കർത്താവ് നമ്മെ എല്ലാവരെയും പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ പ്രത്യേക നിയോഗത്തെ ആദ്യമായി തന്നെ ഈശോയുടെ കരങ്ങളിൽ സമർപ്പിക്കാം. രോഗികളായി ആശുപത്രികളിലും ഭവനങ്ങളിലും എല്ലാം കഴിയുന്നവർ, തീർത്തും കിടപ്പ് രോഗികളായിട്ടുള്ളവർ, മറ്റു പല രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്നവർ, ആശുപത്രികളിൽ കഴിയുന്നവർ എല്ലാവരെയും ഓർക്കാം. ഈശോയെ അവരെ എല്ലാവരെയും അനുഗ്രഹിക്കണേ. സൗഖ്യത്തിൻ്റെ കരം അവരുടെ മേൽ നീട്ടണമേ. അവരുടെ ബലഹീനതകളിൽ, ദുഃഖങ്ങളിൽ കർത്താവിൻ്റെ കൃപ മതി എനിക്ക് എന്ന ബോധ്യം ഒരു വലിയ ആശ്വാസമായി നിറയുവാൻ തക്കവിധം യേശുവേ എല്ലാ രോഗികളെയും അനുഗ്രഹിക്കണമേ, അവരുടെ ജീവിതത്തിൽ ഇടപെടണമേ. പരിശുദ്ധ അമ്മേ, പ്രത്യേകമായി ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ. ഇന്നേ ദിവസം മരിയൻ കൂടാരങ്ങളിലൊക്കെ ആയിരുന്ന് ഇന്നത്തെ എല്ലാ ശുശ്രൂഷകൾക്കും വേണ്ടി, ഈ ഗുഡ്നസ് ചാനലിനു വേണ്ടി, വിവിധങ്ങളായ ശുശ്രൂഷകൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും ചേർന്ന് ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന് നിറവെല്ലാവരിലും ഉണ്ടാകുവാൻ, ബലഹീനതയെക്കുറിച്ച് ആകുലപ്പെടാതെ ആ ബലഹീനതയിൽ നിന്നും ഒരു പുതിയ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് പരിശുദ്ധാത്മാവ് നയിക്കുന്ന ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ തക്കവിധം ഈശോയെ ഞങ്ങളിൽ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണമേ. പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥം ഇന്നത്തെ ദിവസം എല്ലാവരോടുമൊത്തുണ്ടാകുവാനായി പരിശുദ്ധ അമ്മയെ ഞങ്ങൾക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ. പ്രത്യേകമായിട്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ നമുക്ക് ഇന്നേ ദിവസം ഒരു ജപമാലയോ അല്ലെങ്കിൽ പ്രത്യേകമായിട്ടൊരു കരുണ ജപമാലയോ എന്തെങ്കിലുമൊക്കെ ചൊല്ലി ആഴമായ ബോധ്യത്തോടെ പ്രാർത്ഥനയിലായിരിക്കുവാനായിട്ട് പരിശ്രമിക്കാം. എല്ലാ ഡിവൈൻ ശുശ്രൂഷകളെയും ഓർത്ത് പ്രാർത്ഥിക്കാം. ഡിവൈൻ ധ്യാന കേന്ദ്രത്തെയും ഗുഡ്നസ് ചാനലിനെയും ഒക്കെ ഓർത്ത് ഇന്നേ ദിവസം പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ വ്യക്തിപരമായ നിയോഗങ്ങളും
പ്രത്യേകമായി ഈശോയുടെ സന്നിധിയിൽ നമുക്ക് സമർപ്പിച്ച് ഈശോയുടെ ആശീർവാദത്തിനായിട്ട് നമുക്ക് ഒരുങ്ങാം. ദിവ്യകാരുണ്യത്തിൻ ദിവ്യദിനം, പെസഹ തിരുനാളിൻ ഓർമ്മദിനം. ദിവ്യകാരുണ്യത്തിൻ ദിവ്യദിനം, പെസഹ തിരുനാളിൻ ഓർമ്മദിനം. പരമോന്നതങ്ങളിൽ നിന്നും ഇറങ്ങിയ പരിശുദ്ധ പരമകാരുണ്യദിനം. പരമോന്നതങ്ങളിൽ നിന്നും ഇറങ്ങിയ പരിശുദ്ധ പരമകാരുണ്യദിനം. ദിവ്യകാരുണ്യത്തിൻ ദിവ്യദിനം. തിരുവോസ്തിരൂപൻ നാവിലലിയും നേരമിതിൽ ഞാൻ സ്വർഗീയ സന്തോഷധാരയിൽ ധന്യരായി മാറിടുമീ നിമിഷം. ഞാൻ സ്വർഗീയ സന്തോഷധാരയിൽ ധന്യരായി മാറിടുമീ നിമിഷം. എന്നിൽ ചൊരിയണമേ, ജീവൻ നൽകുന്ന സ്നേഹം പകരേണമേ. നിന്റെ മാറിൽ നിന്നു മുഴുകുന്ന സ്നേഹം. ദിവ്യകാരുണ്യത്തിൻ ദിവ്യദിനം, പെസഹ തിരുനാളിൻ ഓർമ്മദിനം. ഓസ്തിയും വീഞ്ഞും കാസയിലായി പീലാസയിലായി വൈദികനുയർത്തുമ്പോൾ കുർബാനയിൽ നിൻ മാംസരക്തങ്ങളായി തീരും. നിൻ മാംസരക്തങ്ങളായി തീരും. ഓസ്തിയും വീഞ്ഞും കാസയിലായി പീലാസയിലായി വൈദികനുയർത്തുമ്പോൾ കുർബാനയിൽ നിൻ മാംസരക്തങ്ങളായി തീരും. ഈശോ എന്നിൽ
തിരുനാളിനോർമ്മദിനം. പരമോന്നതങ്ങളിൽ നിന്നും ഇറങ്ങിയ പരിശുദ്ധ പരമകാരുണ്യദിനം. ദിവ്യകാരുണ്യത്തിൻ ദിവ്യദിനം. തിരുസഭയോട് ചേർന്ന് നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ മാർപ്പാപ്പയോടും കർദിനാളന്മാരോടും മെത്രാന്മാരോടും വൈദികരോടും സമർപ്പിതരോടും സന്യസ്തരോടും എല്ലാം ദൈവജനത്തോടും ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് ഈശോയുടെ ആശീർവാദത്തിനായിട്ട് ഒരുങ്ങാം. നമ്മുടെ കർത്താവായ ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. എല്ലാവർക്കും സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒരു ദിവസം ആശംസിക്കുന്നു. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.